വലിയ പ്രഭാഷണമൊന്നുമില്ല, വലിയ സന്തോഷമുണ്ട്. കാരണം ഇതൊരു കുടുംബയോഗം പോലുള്ള പരിപാടിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ലിസ്റ്റുമയുടെ കൂടെ ഒരു സിനിമ ചെയ്യുന്നത്, മേജർ ഫിലിംസിൻ്റെ കൂടെ. അതുപോലെ പുതിയ സുഹൃത്തുക്കളാണ്. വളരെ സ്നേഹത്തോടുകയും വളരെ ആത്മാർത്ഥപരമായിട്ടാണ് അവർ എന്നോട് കഥ പറയാനും പേഴ്സണലായിട്ടൊക്കെ അവരുടെ സമീപനമൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായി. പിന്നെ അവർ പറഞ്ഞ രീതികളുമൊക്കെ. ആദ്യം തന്നെ സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു. കാരണം ഇതെൻ്റെ 150ാമത്തെ സിനിമയാണ്. ഇവിടം വരെ ഇത്രയും സിനിമകൾ ചെയ്യാൻ സാധിച്ചതിൽ അതിന് അത്രയും സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട നിർമ്മാതാക്കൾ, എൻ്റെ കഥാപാത്രങ്ങളെ വാർത്തെടുത്ത എൻ്റെ പ്രിയപ്പെട്ട സംവിധായകർ, എൻ്റെ എഴുത്തുകാർ, അതുപോലെ എൻ്റെ സിനിമ 2 കൈ നീട്ടി സ്വീകരിച്ച എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, അതവരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, എല്ലാ മീഡിയയും, എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ഇത് നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻ്റെ എൻ്റർടൈൻമെൻറ്റ് സിനിമ വേണം എന്നുള്ള കാര്യങ്ങളാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ചെല്ലാലും എല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ ഈ സിനിമ മാറട്ടെ എന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന. അതുപോലെ എത്രയും പേര് വന്നുകൊണ്ട് 26-ാം തീയതി പവി കെയർടേക്കറും വരുന്നുണ്ട്. എൻ്റർടൈൻമെൻറ്റാണ്, അതുകൂടി പറയുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. ഈ സിനിമ ഗംഭീരമാവാൻ ആത്മാർത്ഥമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരുടെ സഹകരണം എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ലിസ്റ്റുമേ ഇപ്പോൾ പറയേണ്ടായി, ഇന്ന് രാവിലേക്കാണ് പല ആൾക്കാരെ വിളിച്ച് ഓടിയെത്തുന്ന പ്രിയപ്പെട്ട ആൾക്കാരെല്ലാവരും കൂടിയുണ്ട്. വലിയ സന്തോഷം. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദിയും രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു, താങ്ക്സ് എല്ലാം. ഇത് രണ്ടുപേരും എന്നോട് പറഞ്ഞിരുന്നു എന്നെയും കൊണ്ടേ പോകുള്ളൂ. അപ്പൊ അതുകൊണ്ടിട്ട് കുറച്ച് സമയം എടുക്കും, കുഴപ്പമില്ല. ഇനിവേ ബിൻഡോ കുറെ നാളത്തെ പരിചയമാണ്. അപ്പോൾ ആളൊരു സംവിധാനമായിട്ട് മാറുമ്പോൾ, അതും ഷാരിസിന്റെ സ്ക്രിപ്റ്റിൽ വരുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഈ സ്ക്രിപ്റ്റ്, ഈ കഥ ഞങ്ങളുടെ അടുത്ത് വരുമ്പോഴും ഇത് ആര് ചെയ്യുമെന്ന് ഒരു ഡൗട്ട് പോലും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഷാരിസുമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ദിലീപേട്ടൻ്റെ സിനിമ നമ്മളൊക്കെ കണ്ട് ചിരിച്ചിട്ടുള്ള ആ ദിലീപേട്ടനെ ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ഒരു ഗംഭീര ഹിറ്റ് നമുക്ക് കൊടുക്കണം. കാരണം ഇത് ഞങ്ങളൊക്കെ ഒരു ചലഞ്ചാക്കി എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. വളരെയധികം സന്തോഷം. ഞങ്ങൾ ദിലീപേട്ടൻ്റെ ഒക്കെ സിനിമകൾ ഒത്തിരി കണ്ടിട്ട് ഞങ്ങൾ ചിരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഒരു ചിരി ഈ സിനിമയിലൂടെ കൊണ്ടുവരാനായിട്ട് ഞങ്ങളുടെ ടീമിന് സാധിക്കും എന്നുള്ള ഒരു പൂർണ്ണ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. സിനിമയ്ക്കൊപ്പം ഇതുപോലെ ഇങ്ങനെ മരിച്ചു നിൽക്കുന്ന ഒരു അഭിനേതാവ് തുടക്കം മുതൽ ഈ ഓരോ അപ്ഡേറ്റ്സും ഇങ്ങനെ ദിലീപേട്ടനുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. എനിവേ വളരെയധികം സന്തോഷം. ഇന്ന് ഈ ചടങ്ങിൽ നമ്മൾ ഇന്ന് രാവിലെയൊക്കെ ആയിട്ടാണ് പലരെയും വിളിച്ചത്. പക്ഷെ എല്ലാവരും വന്നു ചേർന്നു. അപ്പം അതുകൊണ്ട് മാജിക് ഫ്രെയിംസിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക്സ്. ഉച്ചഭക്ഷണം എല്ലാവർക്കും ഓരോരോ വീട്ടിൽ തന്നെ പരിശോധിച്ചിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.